നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിരുന്നു. 22,720 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. നിഫ്റ്റിയിലും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഉള്ളിലൊരു കൺജസ്റ്റഡ് മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തിലായാലും സംഭവിച്ചിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തുകൊണ്ട് പോസിറ്റീവ് സെന്റിമെന്റിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്ന കാട്ടി മുൻപ് തന്നെ ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കുക. നിഫ്റ്റിയുടെ ഈ ഒരു കറന്റ് ട്രെൻഡ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ടാണ്. പക്ഷെ നിഫ്റ്റിയിൽ നമുക്കൊരു പൊസിഷനിലെ ഒരു വ്യൂ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയമായിട്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മളത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പൊസിഷനിൽ നമുക്കൊരു ട്രെൻഡ് എക്സാക്റ്റ് ആയിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അടുത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇൻ കേസ് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം, ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നിഫ്റ്റി 22,400 500 ആ റേഞ്ചിന്റെ അടുത്തുനിന്ന് വീണ്ടും ബൗൺസ് ചെയ്താൽ നല്ലൊരു മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. നല്ലൊരു അപ്സൈഡ് മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മൊമെന്റം അല്ല അപ്സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം ലഭിക്കാൻ പോകുന്നത് ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് തിരിച്ചു കയറുമ്പോൾ വരുന്നൊരു മൊമെന്റം കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ഉള്ള ഈ ഒരു മൊമെന്റത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു സ്പീഡായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു മൊമെന്റം. മാർക്കറ്റ് ഒരു മുകളിലേക്ക് ഒരു സെന്റിമെന്റിൽ അത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം വ്യൂ ഇങ്ങനെയാണ് മാർക്കറ്റിൽ അത് കാണുന്നത്. അതിനുശേഷം ആയാലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴും നമ്മൾ പറയുന്ന ഓരോ ലെവലുകളായാലും ശ്രദ്ധിക്കാം. നിഫ്റ്റിയിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരാൻ പോകുന്ന ഒരു മാസങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വലിയൊരു മൂവ്മെന്റ് മുകളിലേക്കോ താഴത്തേക്കോ ഉള്ള ഒരു വലിയൊരു മൂവ്മെന്റിനായിട്ട് മാർക്കറ്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴാണ് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്, എപ്പോഴാണ് ട്രെൻഡ് റിവേഴ്സ് ആകുന്നത്, ഇതൊക്കെ എക്സാക്റ്റ് ആയിട്ട് അറിയാനായിട്ട് ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ ആണ് ഇപ്പോൾ നമ്മളത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഷോർട്ട് ടൈമിലായാലും നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്കത് എങ്ങനെ, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇപ്പൊ ലോവർ ലെവലിൽ കുറച്ച് നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണം. നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,750 മുകളിലാണെങ്കിൽ നിഫ്റ്റിയിൽ ബൈരോ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 22,750 തന്നെയായിരിക്കണം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ഇതിനടുത്ത് ആളൊരു ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈരോ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനൊരു മുകളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്കായിട്ടുള്ള ഫാള് കിട്ടാൻ ചാൻസ് ഉണ്ട്. 22,720 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ നോക്കുക. നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിലായിട്ടും ആക്ട് ചെയ്യും. അതിനുശേഷം ഇതിന്റെ താഴത്തേക്ക് നിലനിന്നാൽ വീണ്ടും വീക്ക്നെസ് ആണ്. തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പൊ ഇൻ കേസ് ഒരു ചെറിയൊരു ബൗൺസ് എങ്കിലും മാർക്കറ്റിൽ നൽകാനായിട്ട് സാധ്യമായിട്ടുള്ള സപ്പോർട്ടാണ്. പക്ഷെ നല്ലൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത്, തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസിന്റെ അടുത്തേക്ക് നിലനിൽക്കുമ്പോൾ നല്ലൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരുന്നത്. ഇത് ശ്രദ്ധിക്കാം. ഇൻ കേസ് 22,695 താഴെ 640 സപ്പോർട്ട്. അതിന് താഴെ 615 സപ്പോർട്ട്. 615 ഹോൾഡ് ചെയ്തുകൊണ്ട് 640 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ഈ ഒരു സപ്പോർട്ട് 22,540 530. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്താൽ മതി 530. അപ്പോൾ 530 താഴത്തേക്ക് പോയാലും 530 മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ
അതായത് 22,530 ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇത് ലോവർ ലെവല് എന്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് നൽകുന്നതെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റൊക്കെ വീക്ക്നെസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ടിൽ നിന്നുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയോ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവർ ലെവൽ സപ്പോർട്ട് ലെവൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 22,400-500 സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇൻട്രാഡേയിൽ അത് വർക്ക് ചെയ്തില്ലെങ്കിലും നെക്സ്റ്റ് ഡേയിലായാലും ചിലപ്പോൾ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 22,530 താഴെയാണെങ്കിൽ 475 സപ്പോർട്ട്. 475 ഹോൾഡ് ചെയ്തുകൊണ്ട് 530 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 615 മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ 22,615 സപ്പോർട്ട് അല്ലെങ്കിൽ 695 സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. 22,615 താഴെയായാലും ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ ആ ഒരു ഫാള് എക്സ്പെക്ട് ചെയ്യാം. ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലെവലിലെ സപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് ഇൻ കേസ് വന്നാലും മാർക്കറ്റിലൊരു വരും ദിവസങ്ങളിൽ ഒരു ഫാള് വന്നാലും നമുക്കതൊക്കെ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. ബൈയിൽ നിൽക്കണോ ഷോർട്ട് സെല്ലിൽ നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസമായാലും 48,800 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 48,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ 48,800 തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വരും ദിവസത്തെ ഒരു സപ്പോർട്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന റിസൾട്ട് ശ്രദ്ധിക്കുക. 48,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമില് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. 48,800 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് എല്ലാം അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇന്ന് വന്നിരിക്കുന്ന 49,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് ബാങ്ക് നിഫ്റ്റിനെ പ്ലാൻ ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ലോവർ ലെവൽ സപ്പോർട്ട് നോക്കാം. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 48,710 സപ്പോർട്ട് കാണുന്നത്. 710 ബ്രേക്ക് ചെയ്താൽ 710 താഴെ കുറച്ചൊരു വീക്ക്നെസ് ആണ്. 710 താഴെ 48,350 സപ്പോർട്ട്. 710 താഴെ 48,575 സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിന് താഴെ 350 സപ്പോർട്ട് ഉണ്ട്. ഇതിന് താഴെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 48,200 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ. ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ഒരു താഴത്തേക്ക് ക്രോസിംഗ് നിലനിർത്തിയാലാണ് ഈ കറന്റ് ഒരു ട്രെൻഡ് ഒന്ന് ചേഞ്ച് ആകാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കൂടുതലാണ്. ഈ ഒരു സപ്പോർട്ടുകളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഓരോ ദിവസത്തെ വീഡിയോസിൽ നമ്മളത് പറയാറുണ്ട്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. വീണ്ടും ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ കുറച്ചൊരു സ്ട്രോങ് ആണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണോ സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡിൽ തീരുമാനം എടുക്കുക. റൈറ്റ് ആയിട്ട് ഒരു എൻട്രി, റൈറ്റ് ആയിട്ട് ഒരു മൊമെന്റം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തേലും ഒരു മൊമെന്റം നോക്കിക്കഴിഞ്ഞാൽ 21,750 നമ്മൾ നൽകിയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു. 21,700 ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗിൽ നിലനിർന്നെങ്കിലും സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാന്ന് നമുക്ക് നോക്കാം.
നിഫ്റ്റിയിലും നിലനിർത്തേണ്ട സപ്പോർട്ട് ഇപ്പോ 21,675, 21,675 ഇൻട്രാഡേലെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ. ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കൂടി കാണുന്നുണ്ട്, 21,635. അപ്പൊ ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇത് പക്ഷെ ഈ സപ്പോർട്ട് ബേസ് ചെയ്തിട്ട് ബൈ എടുക്കരുത്. ബൈ എപ്പോഴും എടുക്കേണ്ടത് 675 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ്. 635 ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 21,455 ഇത് ലോവർ ലെവലിലെ സ്ട്രോങ് സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ 21,300, അതുപോലെ തന്നെ 21,200, 21,300, 200 ഇതൊക്കെ ലോവർ ലെവലിലെ സ്ട്രോങ് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് 21,455 സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ഒരു കാരണവശാലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. സപ്പോർട്ടിനൊരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഒരു കാരണവശാലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയൊരു മൊമെന്റം ലഭിക്കാനായിട്ട് ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ കാണുക. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.